ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം 2025 എന്നത് ഒരു അവിസ്മരണീയമായ വർഷമായിരുന്നു. ഉറപ്പായും പ്രധാനപ്പെട്ട ഇൻഡീസസുകളെല്ലാം മികച്ച പ്രകടനം കാഴ്ചവെച്ചു. എന്നാൽ യഥാർത്ഥത്തിലുള്ള ആക്ഷൻ അത് നിക്ഷേപകർക്ക് അമ്പരപ്പിക്കുന്ന വേഗത്തിൽ പണം സമ്പാദിച്ചു നൽകുന്ന പല സ്റ്റോക്കുകളിലുമായിരുന്നു. നിങ്ങളുടെ സാധാരണ 20 അല്ലെങ്കിൽ 30% നേട്ടത്തെ കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. നമ്മൾ സംസാരിക്കുന്നത് 300, 800 ഒരു വർഷം കൊണ്ട് 970% വരെ അവിശ്വസനീയമായിട്ടുള്ള റിട്ടേൺ നൽകിയ കമ്പനികളെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് ഈ ഒരു അസാധാരണ പ്രകടനക്കാരെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത്? നമ്മൾ 2025 ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന സ്റ്റോക്കുകളെ കുറിച്ച് ആഴത്തി പഠിക്കാനും അവയുടെ വളർച്ചയ്ക്ക് കാരണമായിട്ടുള്ള ഘടകങ്ങൾ കണ്ടെത്താനും ആണ് ശ്രമിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനം വരെ കാണുക, കാരണം ഇത് സമ്പത്ത് മുഴുവൻ സൃഷ്ടിച്ച തീമുകൾ ഏതൊക്കെയാണെന്നും അടുത്ത വലിയ അവസരങ്ങൾ എവിടെയായിരിക്കുമെന്നും നിങ്ങൾക്ക് ഒരു ഐഡിയ തരാൻ സഹായിക്കും. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് തനം സ്മാർട്ട് സേവിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. മാർക്കറ്റ് കോണ്ടെക്സ്റ്റ് 2025 പൂർണ്ണ ചിത്രം. നമ്മുടെ സൂപ്പർ സ്റ്റോക്കുകളുടെ ലിസ്റ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് വലിയ ഒരു ചിത്രം ഒന്ന് നോക്കാം. 2025 ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ അവിശ്വസനീയമാം വിധം ശക്തമായിരുന്നു. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നത് സമ്പദ് വ്യവസ്ഥ വരും വർഷങ്ങളിൽ ഗണ്യമായ വളർച്ചയുടെ പാതയിലാണെന്നാണ്. കൂടാതെ 2025 രണ്ടാം പാദത്തിലെ GDP വളർച്ച ഏതാണ്ട് 7.8% എന്ന ശക്തമായിട്ടുള്ള നിലയിലെത്തി. ഇത് മാർക്കറ്റ് പ്രതീക്ഷകളെ മറികടന്നു മുന്നോട്ട് പോയി. ഈ ശക്തമായിട്ടുള്ള സാമ്പത്തിക വളർച്ച കോർപ്പറേറ്റ് ലാഭങ്ങളെ ഉത്തേജിപ്പിച്ചു. അതുപോലെ തന്നെ MSCI ഇന്ത്യ കൺസെൻസസ് ഏർണിംഗ് ഗ്രോത്ത് 2025 13%, 2026 16% കാണാം. ഇത് ഒട്ടുമിക്ക സ്റ്റോക്കുകളിലും നേട്ടമുണ്ടാക്കാൻ സഹായിച്ചു. അതുപോലെ തന്നെ നിഫ്റ്റി ഇൻഡെക്സ് തുടർച്ചയായിട്ട് പുതിയ ഉയരങ്ങൾ താണ്ടുന്നത് നമ്മൾ പലപ്പോഴായിട്ട് കണ്ടു. ഇത് നിക്ഷേപകരുടെ ഒരു ആത്മവിശ്വാസം തിരിച്ചെത്തിയതിന് വലിയൊരു സാക്ഷി തന്നെയാണ്. ഈ ഒരു നേട്ടം വലിയ കമ്പനികൾക്ക് മാത്രമല്ല, സ്മോൾ ക്യാപ്പുകൾ അല്ലെങ്കിൽ മിഡ് ക്യാപ്പ്, ലാർജ് ക്യാപ്പ് സ്റ്റോക്കുകൾക്കെല്ലാം ഒരുപോലെ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഈ ശക്തമായിട്ടുള്ള ഒരു മാർക്കറ്റിലാണ് ഒരുപിടി കമ്പനികൾ അവരുടെ അവിശ്വസനീയമായിട്ടുള്ള നമ്പറുകൾ കാണിച്ച് നമ്മളെ കൊതിപ്പിച്ചത്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. മാർക്കറ്റിന്റെ വാല്യൂവിനെ ക്രോസ് ചെയ്തു പോവുക എന്ന് മാത്രമല്ല, അതിനെ ബഹുദൂരം പിന്നിലാക്കുകയും ചെയ്ത സ്റ്റോക്കുകളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഏറ്റവും ആദ്യം അവിശ്വസനീയമായിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ച ഇൻഡോകോം ലിമിറ്റഡ്. ഒരുപക്ഷെ അത്ര പരിചിതമുള്ള പേരായിരിക്കില്ല, പക്ഷേ അതിന്റെ പ്രകടനം അവഗണിക്കാൻ സാധിക്കാത്തതാണ്. ഇൻഡോകോം ലിമിറ്റഡ് ഈ ഒരു കമ്പനി കഴിഞ്ഞ 12 മാസത്തിനുള്ളിൽ 972% എന്ന അമ്പരപ്പിക്കുന്ന റിട്ടേൺ ആണ് നൽകിയത്. ഇത് വ്യക്തമാകാൻ നിങ്ങൾ വർഷത്തിന്റെ തുടക്കത്തിൽ 1 ലക്ഷം രൂപ നിക്ഷേപിച്ചിരുന്നെങ്കിൽ ഇത് വർഷാവസാനത്തോടെ നിങ്ങളുടെ കയ്യിൽ ഒരു 9.5 ലക്ഷം രൂപയിലധികം ഉണ്ടാവുമായിരുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇൻഡോകോം എന്താണ് ചെയ്യുന്നത്? ഈ ഒരു സ്പെഷ്യാലിറ്റി കെമിക്കൽ, ഡൈസ് എന്നീ സെക്ടറുകളിലാണ് അവർ പ്രവർത്തിക്കുന്നത്. ഇതിന്റെ വലിയ കുതിപ്പിന് പിന്നിലെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒരുപക്ഷെ ഇതിന്റെ കഥ ഈ വർഷം നമ്മൾ കണ്ട ഒരു വലിയ തീമിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പലപ്പോഴും ഏറ്റവും വലിയ നേട്ടങ്ങൾ വരുന്നത് ഇതുപോലെയുള്ള ചെറിയ, അധികം ശ്രദ്ധിക്കപ്പെടാത്ത കമ്പനികൾ ഒരു പ്രധാന വഴിത്തിരിവിലെത്തുമ്പോഴാണ്. അവ ഹൈ റിസ്ക് ഹൈ റിവാർഡ് പ്ലേകളാണ്. അവ വിജയിക്കുമ്പോൾ ഗംഭീരമായിട്ട് തന്നെ വിജയിക്കും. ഇൻഡോകോമിൽ നിന്നുള്ള ആ ഒരു 972% റിട്ടേൺ ഒരു വലിയ പ്രശസ്തമായിട്ടുള്ള സ്റ്റോക്കുകൾക്ക് അപ്പുറം ഒളിഞ്ഞിരിക്കുന്ന അവിശ്വസനീയമായിട്ടുള്ള മൾട്ടി ബാഗർ സാധ്യതകളുടെ തെളിവാണ്. എന്നാൽ ഇതൊരു വലിയ യാഥാർത്ഥ്യം കൂടിയാണ്. ഇതുപോലെയുള്ള നേട്ടങ്ങൾ അപൂർവമാണ്. സാധാരണയായിട്ട് വളരെ പ്രവചനാതീതമായിട്ടുള്ള യാത്രകൾക്കൊപ്പമാണ് ഇത്തരത്തിലുള്ള ഔട്ട്പുട്ടുകൾ വരുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ചാമ്പ്യൻ മാരുതി സുസുക്കി ഇന്ത്യ ലിമിറ്റഡ്. സ്മോൾ ക്യാപ്പുകളിൽ നിന്ന് മാറി എല്ലാവർക്കും അറിയാവുന്ന ഒരു കമ്പനിയെ പറ്റിയാണ് നമ്മളിപ്പോൾ പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പാസഞ്ചർ കാർ കമ്പനി ഈ വർഷം ഏകദേശം 46% കുതിച്ചുചാട്ടത്തോടെ അസാധാരണമായിട്ടുള്ള ഒരു റിട്ടേൺ നൽകി. ഇത്രയും വലിപ്പമുള്ള ഒരു ബ്ലൂ ചിപ്പ് കമ്പനിക്ക് ഇത്തരത്തിലുള്ള വളർച്ച അസാധാരണമാണ്. അപ്പോൾ എന്താണ് ഈ റാലിക്ക് ശക്തി പകർന്നത്? എന്താണ് ഇതിന്റെ പിന്നിൽ? ആളുകളുടെ കയ്യിൽ കൂടുതൽ പണം വന്നതും സ്വന്തമായിട്ടൊരു കാർ വേണമെന്ന ആഗ്രഹം വർദ്ധിച്ചതും കാരണം ഓട്ടോ സെക്ടർ മികച്ച പ്രകടനത്തിലായിരുന്നു. ഈ ഒരു സെക്ടർ മൊത്തത്തിൽ നന്നായി പ്രവർത്തിച്ചപ്പോൾ മാരുതിയുടെ വിജയം വിപണിയുടെ ഏറ്റവും വലിയ പങ്ക് പിടിച്ചെടുക്കുകയും ആ ആധിപത്യം നിക്ഷേപകർക്ക് വലിയ നേട്ടങ്ങളായിട്ട് മാറ്റുകയും ചെയ്തു. ഈ വർഷത്തെ യഥാർത്ഥ താരമാക്കി മാരുതിയെ മാറ്റാൻ ഏറ്റവും കൂടുതൽ സഹായിച്ചത് ഈ ഒരു ഓട്ടോ സെക്ടറിന്റെ കുതിപ്പാണ്. ശരിയായ സമയം വരുമ്പോൾ വലിയ വലിയ സ്റ്റോക്കുകൾക്ക് പോലും വലിയ നേട്ടങ്ങൾ നൽകാൻ കഴിയുമെന്നതിന്റെ തെളിവാണ് മാരുതിയുടെ ഈ നേട്ടം. അടുത്ത സെക്ടറിന്റെ താരം സോളാർ ഇൻഡസ്ട്രീസ് ഇന്ത്യ ലിമിറ്റഡ്. നമ്മുടെ മൂന്നാമത്തെ സ്റ്റോക്ക് സോളാർ ഇൻഡസ്ട്രീസ് ഇന്ത്യ ലിമിറ്റഡ് ആണ്. 2025 ഏറ്റവും ശക്തമായിട്ടുള്ള നിക്ഷേപ തീമുകളിൽ ഒന്നായിട്ടുള്ള ഡിഫൻസിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഈ സ്റ്റോക്ക് നിക്ഷേപകർക്ക് വലിയ രീതിയിൽ സമ്പത്ത് സൃഷ്ടിച്ചു നൽകി. വ്യാവസായിക സ്ഫോടന വസ്തുക്കളുടെ രംഗത്തെ ഒരു പ്രധാനിയാണ് ഈ കമ്പനി. കൂടാതെ ഡിഫൻസ് സെക്ടറിൽ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ വിജയ രഹസ്യം സർക്കാരിന്റെ വലിയ പദ്ധതികളുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഡിഫൻസിനായിട്ടുള്ള മേക്ക് ഇൻ ഇന്ത്യ സംരംഭം പ്രാദേശിക കമ്പനികൾക്ക് വലിയ അവസരങ്ങൾ തുറന്നു നൽകുന്നുണ്ട്. പ്രതിരോധ രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിക്കാൻ ശ്രമിക്കുമ്പോൾ സോളാർ ഇൻഡസ്ട്രീസ് പോലെയുള്ള കമ്പനികൾ വലിയ സർക്കാർ കോൺട്രാക്ടുകളിൽ നിന്നും
സഹായകരമായ നയങ്ങളിൽ നിന്നും നേട്ടമുണ്ടാക്കാൻ മികച്ച ഒരു സ്ഥാനത്താണുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദീർഘകാല ലക്ഷ്യങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കുന്ന കമ്പനികൾക്ക് മാർക്കറ്റ് വലിയ പ്രതിഫലം നൽകുന്നുണ്ട്. അതിന്റെ മകുട ഉദാഹരണമാണ് സോളാർ ഇൻഡസ്ട്രീസ്. ഇനി അടുത്ത ഒരു ഡിഫറെന്റ് സെക്ഷനിലേക്ക് അടക്കാം. ദ മൊമെന്റം പ്ലേ, L&T ഫിനാൻസ് ലിമിറ്റഡ്. എല്ലാ മികച്ച സ്റ്റോക്കുകളും ഒരേ കഥ പിന്തുടരണമെന്നില്ല. നമ്മുടെ നാലാമത്തെ സ്റ്റോക്കായിട്ടുള്ള L&T ഫിനാൻസ് ലിമിറ്റഡ് പൂർണ്ണമായും മൊമെന്റത്തിന്റെ ഒരു ഉദാഹരണമാണ്. ഈ സ്റ്റോക്ക് ശക്തമായിട്ടുള്ള ഒരു ബുള്ളിഷ് പാതയിലായിരുന്നു. തുടർച്ചയായിട്ട് ഉയർന്ന നിലകളിലും താഴ്ന്ന നിലകളിലും ഒക്കെ ആയിട്ട് ഇത് ഫ്ലക്ച്വേഷൻസിൽ ഉണ്ടായിരുന്നു. ഇതൊരു സൂപ്പർ സ്ട്രോങ് അപ്ട്രെൻഡിന്റെ വ്യക്തമായിട്ടുള്ള ഒരു സൂചനയാണ്. ചാർട്ടുകൾ ശ്രദ്ധിക്കുന്നവർക്ക് ഈ ഒരു സ്റ്റോക്ക് അടുത്തിടെ ഒരു ബുള്ളിഷ് കപ്പ് ആൻഡ് ഹാൻഡിൽ പാറ്റേണിൽ നിന്ന് ബ്രേക്ക്ഔട്ട് ആയിട്ട് പുറത്തു വന്നു എന്നുള്ളത് കാണാൻ കഴിയും. ഇത് പലപ്പോഴും ഇതൊരു വലിയൊരു മുന്നേറ്റത്തെ സൂചിപ്പിക്കുന്നു. ഒരു നല്ല ടെക്നിക്കൽ സിഗ്നൽ ആണ്. എന്നാൽ ഇത് ചാർട്ടുകളെ കുറിച്ച് മാത്രമല്ല, ഫണ്ടമെന്റൽസും വളരെ ശക്തമാണ്. ഫിനാൻഷ്യൽ സർവീസ് സെക്ടർ മാർക്കറ്റിന്റെ റാലിയുടെ ഒരു പ്രധാന ചാലക ശക്തിയായിരുന്നു ഈ ഒരു കമ്പനി. ലണ്ടൻമാർക്ക് ഇതൊരു മികച്ച സാഹചര്യം സൃഷ്ടിച്ചു എന്ന് വേണം കരുതാൻ. ശക്തമായിട്ടുള്ള ടെക്നിക്കൽസിനെ മികച്ച ഫണ്ടമെന്റൽസുമായിട്ട് യോജിപ്പിച്ച് എങ്ങനെ വലിയ നേട്ടങ്ങളിലേക്ക് എത്തിച്ചേരാം എന്ന് L&T ഫിനാൻസിന്റെ പ്രകടനം കാണിച്ചു തരുന്നു. ദ ഗ്രോത്ത് സ്റ്റോറി, സൊമാറ്റോ. നമ്മുടെ അവസാനത്തെ ഹൈലൈറ്റ് ഇന്ത്യയുടെ ന്യൂ ഏജ് ഗ്രോത്ത് സ്റ്റോറിയെ നിർവചിക്കുന്ന ഒരു കമ്പനിയാണ് സൊമാറ്റോ. ഈ ലിസ്റ്റിലെ ഏറ്റവും ഉയർന്ന ശതമാനം റിട്ടേൺ ഇതിനല്ലായിരിക്കും, പക്ഷേ അതിന്റെ കഥ 2025 മാർക്കറ്റ് ചർച്ചകളുടെ ഒരു വലിയ ഭാഗമായിരുന്നു. സൊമാറ്റോയുടെ സെയിൽസ് ഗ്രോത്ത് പരിഗണിക്കുമ്പോൾ അത് മുൻനിര ഗ്രോത്ത് സ്റ്റോക്കുകളിൽ നിന്ന് വളരെയധികം വേറിട്ട് നിൽക്കുന്നുണ്ട്. സെയിൽസ് വർദ്ധിപ്പിക്കുന്നതിനായിട്ടുള്ള നിരന്തരമായിട്ടുള്ള ശ്രദ്ധ ഒരു ഗ്രോത്ത് സ്റ്റോക്കിന്റെ ക്ലാസിക് നിർവചനമാണ്. 2025 തങ്ങളുടെ മേഖലയിൽ വ്യക്തമായ ലീഡറായതും അതിവേഗത്തിൽ മാർക്കറ്റ് ഷെയർ പിടിച്ചെടുക്കുന്നതുമായിട്ടുള്ള കമ്പനികൾക്ക് കൂടുതൽ വില നൽകാൻ നിക്ഷേപകർ തയ്യാറായിരുന്നു. ഫുഡ് ഡെലിവറിയും ക്വിക്ക് കൊമേഴ്സിലും ആധിപത്യം പുലർത്തുന്ന സൊമാറ്റോ ഇതിന് തികച്ചും അനുയോജ്യമാണ്. ഇന്ത്യൻ ഉപഭോക്താവിന്റെ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ആണ് ഇവിടുത്തെ പ്രധാന തീം. സൊമാറ്റോയുടെ യാത്ര ഗ്രോത്ത് ഇൻവെസ്റ്റിംഗ് ഒരു മാസ്റ്റർ ക്ലാസ് ആണ്. അവിടെ പഴയ വാല്യുവേഷൻ നമ്പറുകളെക്കാൾ ഭാവിയെയും മാർക്കറ്റിലെ ആധിപത്യത്തെയും അടിസ്ഥാനമാക്കിയുള്ള നിക്ഷേപം പലപ്പോഴും വിജയിക്കുകയും നിക്ഷേപകരുടെ താല്പര്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി നമുക്കൊരു ടെക്നിക്കൽ സ്പോട്ട്ലൈറ്റിലേക്ക് വരാം. വളർച്ചയുടെ എഞ്ചിനുകൾ നമുക്ക് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാം. ഈ വിജയകഥകളെല്ലാം നോക്കുമ്പോൾ വളരെ വ്യക്തമായിട്ടുള്ള ചില തീമുകൾ ഉയർന്നു വരുന്നുണ്ട്. 2025 വളർച്ചയുടെ യഥാർത്ഥ എഞ്ചിനുകളായിട്ട് പ്രവർത്തിച്ച സെക്ടറുകളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ടെക്നോളജി ആൻഡ് IT, റിന്യൂവബിൾ എനർജി, ഇൻഫ്രാസ്ട്രക്ചർ, ഹെൽത്ത് കെയർ, കൺസ്യൂമർ ഗുഡ്സ് എന്നിവയായിരുന്നു പ്രധാനികൾ. ടെക്നോളജി ആൻഡ് IT നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ IT സെക്ടർ നല്ല തിളക്കം തുടരുകയായിരുന്നു. AI, ക്ലൗഡ്, ഡിജിറ്റൽ എന്നിവയ്ക്കായിട്ടുള്ള ആഗോള മുന്നേറ്റം ഇന്ത്യൻ IT കമ്പനികളെ ഉയർന്ന ഡിമാൻഡിൽ നിലനിർത്തി. 2025 ഇന്ത്യയുടെ IT ചെലവ് $160 ബില്യൺ എത്തുമെന്നാണ് പ്രൊജക്ഷൻ. റിന്യൂവബിൾ എനർജി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ, ഇന്ത്യയുടെ ക്ലീൻ എനർജി ലക്ഷ്യങ്ങളും റോഡുകൾ, റെയിൽവേ, ഡിഫൻസ് എന്നിവ നിർമ്മിക്കുന്നതിനുള്ള വലിയ സർക്കാർ ശ്രമങ്ങളും ഈ സെക്ടറുകളിൽ വൻതോതിലുള്ള നിക്ഷേപത്തിനും കമ്പനികൾക്ക് വലിയ ഓർഡർ ബുക്കിനും കാരണമായിട്ടുണ്ട്. ഹെൽത്ത് കെയർ നോക്കുകയാണെങ്കിൽ വർദ്ധിച്ചു വരുന്ന ജനസംഖ്യ, കൂടുതൽ വരുമാനം, ആരോഗ്യത്തിന്റെ വർദ്ധിച്ചു വരുന്ന ശ്രദ്ധ ഇവ കാരണം ഹെൽത്ത് കെയർ സെക്ടർ ഒരു ദീർഘകാല വളർച്ചാ പാതയിലാണുള്ളത്. 2025 $638 ബില്യൺ മാർക്കറ്റ് മൂല്യത്തിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ സെക്ടറുകളായിരുന്നു മാർക്കറ്റിനെ നയിച്ച യഥാർത്ഥ പവർ ഹൗസുകൾ. നമ്മളുടെ മികച്ച പ്രകടനം കാഴ്ചവെച്ച സ്റ്റോക്കുകൾ പലപ്പോഴും ഈ മേഖലകളിലെ ചാമ്പ്യന്മാരുമായിരുന്നു. അപ്പൊ നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കിടക്കാം. 2025 മാർക്കറ്റിൽ ഈ ഗംഭീര പ്രകടനത്തിൽ നിന്നുള്ള പ്രധാന പാഠങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കിയത്. ഒന്നാമതായിട്ട്, അവിശ്വസനീയമായുള്ള നേട്ടങ്ങൾ എവിടെയും ഉണ്ടാകാം. 970% റിട്ടേൺ നൽകിയ ഇൻഡോകോം പോലെയുള്ള സ്മോൾ ക്യാപ് മുതൽ ഏകദേശം 46% നേട്ടം കൈവരിച്ച മാരുതി സുസുക്കി പോലെയുള്ള ബ്ലൂ ചിപ്പ് ലീഡർമാർ വരെ അതിന് ഉദാഹരണങ്ങളായിട്ടുണ്ട്. രണ്ടാമതായിട്ട്, ഏറ്റവും വലിയ നേട്ടങ്ങൾ നേടിയവരെല്ലാം ഡിഫൻസിലെ മേക്ക് ഇൻ ഇന്ത്യ, പുനരുപയോഗ ഊർജ്ജത്തിനായിട്ടുള്ള രാജ്യവ്യാപകമായിട്ടുള്ള മുന്നേറ്റം, നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലെ ഡിജിറ്റൽ മാറ്റം തുടങ്ങിയ ശക്തമായിട്ടുള്ള ദീർഘകാല ട്രെൻഡുകളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. മൂന്നാമതായിട്ട്, ദീർഘകാലത്തേക്ക് ഫണ്ടമെന്റൽസ് പ്രധാനമാണെങ്കിലും L&T ഫിനാൻസിന്റെ കാര്യത്തിൽ നമ്മൾ കണ്ടതുപോലെ ടെക്നിക്കൽസ് തീർച്ചയായിട്ടും ഒരു വലിയ അവസരങ്ങളെ സൂചിപ്പിക്കാൻ കഴിയും. എന്നിരുന്നാലും 2025 വിജയകരമായിട്ടുള്ള തീമുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച നിക്ഷേപകർക്ക് മികച്ച പ്രതിഫലം നൽകിയ ഒരു വർഷമായിരുന്നു എന്നതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. മാർക്കറ്റ് മൊത്തത്തിൽ ഉയരുമ്പോഴും യഥാർത്ഥത്തിൽ വലിയ നേട്ടങ്ങൾ കണ്ടെത്തിയത് വെറുതെ വളരുക മാത്രമല്ല, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ മാറ്റിമറിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന കമ്പനികളിലാണെന്ന ഒരു വലിയ ഓർമ്മപ്പെടുത്തൽ കൂടിയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അനാലിസിസിൽ നിന്ന് എന്തൊക്കെ പ്രയോജനങ്ങളാണ് ലഭിച്ചത്? സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദയവായിട്ട് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കാം. നോട്ടിഫിക്കേഷൻ ബെല്ല് ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചേക്കാം. അപ്പൊ ഞങ്ങളുടെ അടുത്ത വീഡിയോ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ലഭിക്കും. താഴെ കമന്റുകളിൽ 2025 ഈ സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിച്ചത്, അല്ലെങ്കിൽ ഇനി നിങ്ങളുടെ മുന്നിലുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് അറിയിക്കുക. ഞങ്ങൾ ഉൾപ്പെടുത്തേണ്ടിയിരുന്ന മറ്റു പ്രകടനം കാഴ്ചവെച്ച സ്റ്റോക്കുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അവയെ കൂടി നിങ്ങൾക്ക് കമന്റ് ചെയ്ത് അറിയിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ആ ഒരു സ്റ്റോക്കുകളുടെ പെർഫോമൻസിനെ കുറിച്ച് നമുക്ക് വീഡിയോയുമായിട്ട് മുന്നോട്ട് വരാം. അപ്പോൾ അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്.
ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.